കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വരുന്നു. ഒരു സ്ത്രീയുടെ ശബ്ദമാണ്. ഇത് മിസ്റ്റർ സന്തോഷ് ജോർജ് ആണോ? ഞാൻ പറഞ്ഞു അതെ, ഞാൻ ബോംബെയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ചോദിച്ചു എന്താണ് കാര്യം? പറഞ്ഞു ഞാൻ ജെറ്റ് എയർവേസിലെ ക്യാബിൻ ക്രൂവിൽപ്പെട്ട ഒരാളാണ്. ഞാൻ താങ്കളോട് ഒരു നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിളിച്ചത്. എനിക്കൊന്നും മനസ്സിലായില്ല. കഴിഞ്ഞ ഒക്ടോബറിൽ താങ്കൾ ആംസ്റ്റർഡാമിൽ നിന്ന് ബോംബെയിലേക്ക് ജെറ്റ് എയർവേസിൽ പറഞ്ഞിരുന്നില്ലേ? ഞാൻ പറഞ്ഞിരുന്നു. ആ ഫ്ലൈറ്റിലെ ക്യാബിൻ ക്രൂവിൽപ്പെട്ട ഒരാളാണ് ഞാൻ. എൻ്റെ പേര് ശ്വേത. ആ യാത്രയെക്കുറിച്ച് താങ്കൾ ടെലിവിഷനിൽ ഒരു പരിപാടി ചെയ്തിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിരുന്നു. ഞാനൊരു ട്രാവൽ പ്രോഗ്രാം ചെയ്യുന്നയാളാണ്. താങ്കൾ അതിൽ എന്നെക്കുറിച്ചൊരു പരാമർശം നടത്തിയുണ്ടായി. ആ പരാമർശം മലയാളിയായ ഞങ്ങളുടെ ഒരു സീനിയർ ഓഫീസർ കണ്ടു. അതിലെന്നെക്കുറിച്ച് പറഞ്ഞ നല്ല കാര്യങ്ങൾക്ക് അദ്ദേഹം എന്നെ മെൻഷൻ ചെയ്തു. എനിക്കൊരു പ്രത്യേക റിവാർഡ് തരികയും ചെയ്തു കമ്പനി. അങ്ങനെയാണ് ഞാൻ താങ്കളെക്കുറിച്ച് അന്വേഷിച്ചത്, താങ്കളുടെ ഫോൺ നമ്പർ തപ്പിയെടുത്തത്, താങ്കളെ ഇപ്പോൾ വിളിക്കുന്നത്. ബോംബെയിൽ നിന്ന് പാരീസ് വഴി പെറുവിലേക്ക് യാത്ര ചെയ്ത് തിരിച്ച് ആംസ്റ്റർഡാം വഴി ബോംബെയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആംസ്റ്റർഡാമിൽ നിന്ന് ബോംബെയിലേക്കുള്ള ഫ്ലൈറ്റിൽ ഒരു ക്യാബിൻ ക്രൂ മെമ്പറാണ് ഈ ശ്വേത. ആ സംഭവം ഇതാണ്. ആംസ്റ്റർഡാമിൽ നിന്ന് കുറേ യാത്രക്കാരുമായിട്ട് ബോംബെയിലേക്ക് മടങ്ങുന്ന ജെറ്റ് എയർവേസ് വിമാനം, അന്ന് ജെറ്റ് എയർവേസ് ഉള്ള കാലമാണ്. ആ വിമാനത്തിൽ കൂടുതൽ ഇന്ത്യക്കാരാണ്. അക്കാലത്തൊക്കെ യൂറോപ്പിലേക്ക് ധാരാളം ആളുകൾ ബോംബെയിൽ നിന്ന് ബിസിനസ്സുകാരായും യൂറോപ്പിൽ സ്ഥിരതാമസക്കാരായ ആളുകളും ഒക്കെ യാത്ര ചെയ്തിരുന്നത് ജെറ്റ് എയർവേസിലാണ്. അതിൻ്റെ ഒരു പ്രധാന കാര്യം ഉത്തരേന്ത്യൻ ഭക്ഷണം കിട്ടും, ഇന്ത്യക്കാരായ ക്യാബിൻ ക്രൂ ഉണ്ട്, ഹിന്ദിയിൽ അവർ സംസാരിക്കും, അതുപോലെ തന്നെ നിരക്ക് കുറഞ്ഞ വിമാനയാത്രയാണ്. ഇതൊക്കെ കൊണ്ടായിരിക്കണം അക്കാലത്ത് ജെറ്റ് എയർവേസിൻ്റെ യൂറോപ്യൻ ഫ്ലൈറ്റുകളിലൊക്കെ നിറയെ ഉത്തരേന്ത്യക്കാരുണ്ടായിരുന്നു. ഈ ഫ്ലൈറ്റിലും ആംസ്റ്റർഡാമിൽ നിന്ന് പുറപ്പെടുന്ന ഈ ഫ്ലൈറ്റിലും ഏതാണ്ട് 3/4 സീറ്റുകളും നിറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഒരു എക്കണോമിക് ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ആ സെക്ടറിൽ അല്ലെങ്കിൽ ആ ഏരിയയിൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത് ഒരു മിടുമിടുക്കിയായ പെൺകുട്ടിയാണ്, ഒരു എയർ ഹോസ്റ്റസാണ്. അവരുടെ പേരെനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. യാത്ര പുറപ്പെട്ട് അധികം താമസിയാതെ തന്നെ ഭക്ഷണം വിളമ്പുന്നു. ഈ ഭക്ഷണം വിളമ്പുന്നതിന് മുമ്പ് തന്നെ ഓരോരുത്തരുടെ അടുത്ത് വന്ന് കുശലം ചോദിക്കുന്നു. പ്രായമായ ആളുകളെ പ്രത്യേകം പരിഗണിക്കുന്നു. കരയുന്ന കുട്ടികളുള്ള മാതാപിതാക്കളുടെ അടുത്തെത്തുന്നു. ആ കുട്ടികളെ ഏറ്റെടുക്കുന്നു. ആ മാതാപിതാക്കൾ സീറ്റിലിരിക്കുകയാണെങ്കിൽ ആ കുട്ടിയുമായിട്ട് പിന്നിലേക്ക് പോകുന്നു. ആ കുട്ടിയെ തോളത്തിട്ട് കരച്ചിൽ മാറ്റി തിരിച്ചു കൊണ്ടുവന്നേൽപ്പിക്കുന്നു. സാധാരണ വിമാനങ്ങളിൽ എയർ ഹോസ്റ്റസ്മാരുടെ ജോലിയിൽ പെടാത്തതെന്ന് നമ്മൾ കരുതുന്ന, അതൊക്കെ ജോലിയിൽ പെട്ടതായിരിക്കാം, പക്ഷേ അതിനപ്പുറമുള്ള ഒരു കെയർ കൊടുക്കുന്നു. ഭക്ഷണം വിളമ്പി ഈ ഭക്ഷണത്തിനകത്ത് വളരെ രസകരമായൊരു പുഡിംഗ് ഉണ്ടായിരുന്നു, ടെൻഡർ കോക്കനട്ട് പുഡിംഗ്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അതിനകത്തെ ഭക്ഷണഭാഗം, നോർത്ത് ഇന്ത്യൻ ഫുഡ് ചിലത് വിമാനത്തിൽ കിട്ടുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ അതധികം കഴിച്ചില്ല. ഞാൻ ഈ പുഡിങ്ങാണ് കഴിച്ചത്. ചപ്പാത്തിയും ചിക്കൻ കറിയും പിന്നെ ചോറും അങ്ങനെ എന്തൊക്കെ സാധനങ്ങളായിരുന്നു. പക്ഷേ എനിക്കത് അത്ര താല്പര്യം തോന്നിയില്ല. ഈ ഉത്തരേന്ത്യക്കാരുണ്ടാക്കുന്ന ചോറും ചിക്കൻ കറിയും എനിക്ക് പൊതുവേ ഇഷ്ടമുള്ളതല്ല. അതുകൊണ്ട് തന്നെ അതിനകത്തെ ഈ ടെൻഡർ കോക്കനട്ടിൻ്റെ ഒരു പുഡിംഗ് ഉണ്ടായിരുന്നു. അത് ഞാൻ പൂർണ്ണമായിട്ടും കഴിച്ചു. ഞാനിത് കഴിച്ചു കഴിഞ്ഞു. ആ പ്ലേറ്റൊക്കെ അവിടെ വെച്ചു. തിരിച്ച് പ്ലേറ്റ് എടുക്കാൻ വരുമ്പോൾ ഈ പെൺകുട്ടിയാണ് വരുന്നത്. ഇവർ ഈ പ്ലേറ്റ് അല്ലെങ്കിൽ ഈ ട്രേ എടുത്തിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളൊന്നും കഴിച്ചില്ലേ? ഞാൻ പറഞ്ഞു ഞാൻ പുഡിംഗ് കഴിച്ചു. ട്രേ എല്ലാം വാങ്ങി തിരിച്ചു കൊണ്ടുപോയി വെച്ചതിന് ശേഷം ശ്വേത എന്ന് പറയുന്ന ഈ എയർ ഹോസ്റ്റസ് വീണ്ടും വരുന്നു. ഒരു പാത്രത്തിൽ ഈ ടെൻഡർ കോക്കനട്ട് പുഡിങ്ങുമായിട്ട് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ ഒരെണ്ണം കൂടെ കഴിച്ചോളൂ, മറ്റേ ഭക്ഷണം കഴിക്കാത്തതല്ലേ. എനിക്ക് അത്ഭുതം തോന്നി. ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ആദ്യമായിട്ടാണ്. കഴിഞ്ഞില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ പയ്യെ മയക്കത്തിലേക്ക് വീണു. കാരണം ഏതാണ്ട് 8-9 മണിക്കൂർ നീളുന്ന ഒരു ഫ്ലൈറ്റാണ് ആംസ്റ്റർഡാമിൽ നിന്ന് ബോംബെ വരെ. അപ്പോൾ അതിനിടയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഉറക്കമാണ് പതിവ്. വേറൊന്നും ചെയ്യാനില്ല. ചിലർ സിനിമ കാണുന്നുണ്ട്. നമ്മൾ സൈഡിലെ വിൻഡോ ബ്ലൈൻഡ്സൊക്കെ അടയ്ക്കും. എന്നിട്ട് പുറത്തെ വെളിച്ചമൊന്നും അകത്തേക്ക് വരില്ല. അപ്പോൾ നല്ല ഇരുട്ടാണ്, പകല പറക്കുന്നതെങ്കിലും. അപ്പോൾ പലരും മയക്കത്തിലാണ്. അപ്പോൾ ഇവർ ചിലരുടെ അടുത്ത് ചെല്ലുന്നു. അപ്പോൾ നല്ല തണുപ്പുണ്ട് വിമാനത്തിനകത്ത്. ചില വൃദ്ധരായ ആളുകളുടെ അടുത്ത് ചെല്ലുന്നു. അവരെ പുതയ്ക്കാൻ സഹായിക്കുന്നു. പുതപ്പ് പുതച്ചിട്ട് അതിന് മുകളിലൂടെ സീറ്റ് ബെൽറ്റ് ഇടാൻ സഹായിക്കുന്നു. വേറൊരിടത്ത് ഒരു വൃദ്ധ ദമ്പതികളാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഭർത്താവ് നടുക്കത്തെ സീറ്റിൽ, സൈഡിലെ സീറ്റിൽ വൃദ്ധയായൊരു സ്ത്രീ. വൃദ്ധയായ സ്ത്രീക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ഭർത്താവും ഭാര്യയും കൂടെ എഴുന്നേറ്റ് ഇവർക്ക് ടോയ്ലറ്റിൽ പോകണം. ഭാര്യയെ പിടിച്ച് നടത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഭർത്താവ്. അപ്പോഴേക്കും ഈ
ശ്വേത എന്ന് പേരുള്ള എയർ ഹോസ്റ്റസ് വരുന്നു. ഭർത്താവിനോട് പറഞ്ഞു അവിടെ ഇരുന്നോളൂ, ഞാൻ കൊണ്ടുപോയിട്ട് കൊണ്ടുവരാം. ഇവർ ഈ സ്ത്രീയെ, ഈ വൃദ്ധയായ സ്ത്രീയെ കൂട്ടിക്കൊണ്ട് ടോയ്ലറ്റിൽ പോകുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്ന് ആക്കുന്നു. അവരവിടെ കിടന്നു എന്ന് ഉറപ്പ് വരുത്തുന്നു. പുതപ്പ് വിരിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ സാധാരണഗതിയിൽ ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ കാണാത്ത അത്ര ശ്രദ്ധയോടുകൂടിയ പരിചരണം. ഇങ്ങനെ ഒരു ഉദാഹരണമല്ല, പല ഉദാഹരണങ്ങൾ ഞാനിത് ശ്രദ്ധിക്കുന്നുണ്ട്. ഒടുവിൽ വിമാനം ബോംബെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. എല്ലാവരും എഴുന്നേക്കേണ്ട സമയമാകുന്നു. അതിനു മുമ്പ് ഈ എയർ ഹോസ്റ്റസ് നടന്നു വന്നു, ഈ ശ്വേത എന്ന് പറയുന്ന എയർ ഹോസ്റ്റസ്. ഇവർ ആ അയലിലൂടെ അല്ലെങ്കിൽ ആ നടപ്പാതയിലൂടെ നടന്നു വരുമ്പോൾ പിന്നിൽ നിന്ന് ആരോ കൈയടിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്തിരിക്കുന്ന എല്ലാ ആളുകളും കൈയടിക്കാൻ തുടങ്ങി. ഞാനും കൈയടിച്ചു. അതായത് ഒരു എയർ ഹോസ്റ്റസിന് വിമാനത്തിനുള്ളിൽ വിമാനം ലാൻഡ് ചെയ്ത് വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് യാത്രക്കാരെല്ലാം കൈയടിക്കുന്നു. ഒരു വ്യത്യസ്ത അനുഭവമായി മാറി എനിക്ക്. മാത്രമല്ല, വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയമായപ്പോഴേക്കും ആളുകൾ ഓരോരുത്തർ ഈ എയർ ഹോസ്റ്റസിൻ്റെ അടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു. ഈ കഥയാണ് ഞാൻ എൻ്റെ പരിപാടിയിലൂടെ പറഞ്ഞത്. ഇത് സഫാരി ചാനലിൽ സംപ്രേഷണം ചെയ്തു. ബോംബെയിൽ ജീവിക്കുന്ന സഫാരി സ്ഥിരമായിട്ട് കാണുന്ന ജെറ്റ് എയർവേസിലെ ഏതോ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ ഇത് കാണുന്നു. ആ സെക്ടറിൽ ആ ദിവസം പറന്ന വിമാനത്തിലെ ഈ എയർ ഹോസ്റ്റസിനെ അദ്ദേഹം കണ്ടെത്തുന്നു. കമ്പനി ഈ പെൺകുട്ടിയെ ആദരിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇങ്ങനെയുള്ള നിരവധി എയർ ഹോസ്റ്റസുമാരുടെ സേവനം എൻ്റെ പല യാത്രയിലും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര എക്സൈറ്റിംഗ് ആയ അനുഭവം അപൂർവമാണെന്ന് മാത്രം. ഞാൻ ഈ യാത്ര നടത്തുന്നത് 2017 പെറുവിലേക്ക്. കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് പെറുവിലേക്കൊന്ന് പോകണം. പെറു നമുക്കറിയാം ലാറ്റിൻ അമേരിക്കയിലാണ്, ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറേ തീരത്തുള്ള ഒരു രാജ്യമാണ് പെറു. പടിഞ്ഞാറേ തീരത്ത് എന്ന് പറഞ്ഞാൽ പസഫിക്കിൻ്റെ തീരം. അപ്പോൾ അവിടേക്ക് പോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം കൊച്ചിയിൽ നിന്നോ കേരളത്തിൽ നിന്നോ ഒരു എയർപോർട്ടിൽ നിന്നോ അവിടേക്ക് നേരിട്ടോ അല്ലെങ്കിൽ ഒരു എയർപോർട്ടിൽ മാത്രം ഇറങ്ങി കയറിയോ പോകാൻ പറ്റുന്ന ഫ്ലൈറ്റുകളില്ല. ഞാൻ വിദേശയാത്രകൾക്ക് ഒരുങ്ങുന്നത് കുറേ നാളത്തെ ഹോംവർക്കുകൾക്ക് ശേഷമാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചിലവ് ചുരുങ്ങിയ വിമാന സർവീസ് കിട്ടണം. ഈ പെറു എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് ഒരാൾക്ക് യാത്ര ചെയ്തെത്താവുന്ന ഏറ്റവും അകലെയുള്ളൊരു ഡെസ്റ്റിനേഷനാണ്. കാരണം നമ്മുടെ കേരളത്തിൻ്റെ നേരെ മറുവശത്താണെന്ന് വേണേൽ പറയാവുന്നൊരു സ്ഥലം. അപ്പോൾ അവിടെ എത്തണമെങ്കിൽ സാധാരണഗതി പെറുവിലേക്ക് മലയാളികൾക്കോ ഇന്ത്യക്കാർക്കോ അധികമായിട്ട് യാത്ര ചെയ്യേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റുകളോ അല്ലെങ്കിൽ കണക്ഷൻ ഫ്ലൈറ്റുകളോ പോലുമില്ല. അപ്പോൾ യൂറോപ്പിലെ ഏതെങ്കിലും ഈ പെറുവിലേക്ക് യാത്ര നടത്തുന്ന വിമാന കമ്പനികളുള്ള ഒരു ഹബ്ബിലെത്തണം. അങ്ങനെ പല സെർച്ചുകൾ നടത്തി പല ദിവസങ്ങൾ പരിശോധിച്ചു. ഫ്ലൈറ്റുകളുണ്ട് ഇഷ്ടം പോലെ. ചിലത് നമ്മൾ യൂറോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസമേ ഉണ്ടാവുള്ളൂ ഫ്ലൈറ്റ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ അവിടെ താമസിക്കണം. ഒന്നെങ്കിൽ പുറത്തിറങ്ങണം, അപ്പോൾ ഷെങ്കൻ വിസ എടുക്കണം. അതല്ലെങ്കിൽ വിമാനത്താവളത്തിൽ തന്നെ ഒരു ദിവസം ചിലവഴിക്കണം. മറ്റു ചിലത് വളരെ അടുത്ത സമയത്താണ്. പക്ഷേ 2, 2.5, 3 ലക്ഷം രൂപ വരെയാണ് വിമാന ടിക്കറ്റ് കൂലി, ഏത് എക്കണോമിക് ക്ലാസ്സിൽ പോലും. ഏറ്റവും വില കുറഞ്ഞ ടിക്കറ്റ് കിട്ടുകയും വേണം, എന്നാൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എത്തുകയും വേണം. അതായത് ഒരു ദിവസം പുലർച്ചെ നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടാൽ അന്ന് രാത്രിയെങ്കിലും പെറുവിലെത്തണം. ഒരു ദിവസത്തിൽ കൂടുതൽ വഴിയിൽ കളയാൻ നമുക്കില്ല. പിന്നെയുള്ള 4, 5 ദിവസം പെറുവിൽ സ്പെൻഡ് ചെയ്യണം. മടക്കയാത്രയിലും 1 അല്ലെങ്കിൽ 1.5 ദിവസം കൊണ്ട് തിരികെ എത്തണം. കാരണം നമുക്കിവിടെ പല ജോലികളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, ദൈനംദിന ജീവിതത്തിന് വേണ്ട പണിയൊക്കെ എടുക്കണം. നമുക്ക് അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ 24 മണിക്കൂറും 365 ദിവസവും ലോകയാത്ര നടത്തുന്ന ഒരാളാണെന്ന് ചിലർക്ക് ധരിക്കുന്നുണ്ട്. അല്ല. അപ്പം വളരെ കുറഞ്ഞ സമയം കൊണ്ട് വേണം ഇത്രയേറെ രാജ്യങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തെടുത്തുകൊണ്ട് വരാൻ. അങ്ങനെ അന്വേഷിച്ച് ഒടുവിൽ ബോംബെയിൽ നിന്ന് പുലർച്ചെ 2:30 പുറപ്പെടുന്ന ജെറ്റ് എയർവേസ് വിമാനത്തിൽ പാരീസിൽ ചെന്നാൽ പാരീസിൽ 7 മണിക്ക് നമ്മൾ ചെന്നിറങ്ങും. 9:30 പാരീസിൽ നിന്ന് എയർ ഫ്രാൻസിൻ്റെ വിമാനത്തിൽ നമുക്ക് പെറുവിൻ്റെ തലസ്ഥാനമായ ലിമയിലേക്ക് പോകാമെന്നും ലിമയിൽ അന്ന് വൈകുന്നേരം ഒരു 6:30 കഴിയുമ്പോഴേക്കും വിമാനം എത്തുമെന്നും കിട്ടി. അതിന് ഏകദേശം 1.5 ലക്ഷം രൂപയാണ്. അതിൻ്റെ റിട്ടേൺ ഫ്ലൈറ്റും കൂടെ, ബോംബെ വരെയുള്ള റിട്ടേൺ ഫ്ലൈറ്റും കൂടെ എടുക്കുമ്പോൾ 1.5 ലക്ഷം രൂപയാണ്. നമുക്കറിയാം കൊച്ചിയിൽ നിന്ന് ബോംബെയിലേക്ക് റിട്ടേൺ ഒരു 10,000, 12,000, 15,000 രൂപയ്ക്കൊക്കെ അന്ന് ടിക്കറ്റ് കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 1,60,000 രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് പെറുവിൽ പോയിട്ട് വരാം. എന്താണ് പെറുവിലേക്ക് നമ്മളെ ആകർഷിക്കുന്ന ഘടകം? മാച്ചു പിച്ചു. നമുക്കറിയാം ലോകാത്ഭുതങ്ങൾ, പുരാതന ലോകാത്ഭുതങ്ങളിലൊന്നായ മാച്ചു പിച്ചു. അപ്പോൾ മാച്ചു പിച്ചു ഒഴികെ ബാക്കി എല്ലാ ലോകാത്ഭുതങ്ങളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഈ മാച്ചു പിച്ചു മാത്രമാണ് ലോകാത്ഭുതങ്ങളിൽ, പുരാതന ലോകാത്ഭുതങ്ങളിൽ അവശേഷിക്കുന്നത്. അത് ഇത്രയും അകലെ ആയതുകൊണ്ട് പലപ്പോഴും പോകാതെ മാറ്റിവെച്ചതാണ്. അപ്പോൾ അങ്ങനെ പോകാൻ തന്നെ തീരുമാനിച്ചു. കൊച്ചിയിൽ നിന്നൊരു ദിവസം വൈകിട്ട് ഞാൻ ബോംബെയിലെത്തി. ബോംബെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ കുറച്ച് സമയം ഭക്ഷണമൊക്കെ കഴിച്ച് ചിലവഴിച്ചു. അത് കഴിഞ്ഞൊരു 12 മണിയായപ്പോഴത്തേക്കും ചെക്ക് ഇൻ ചെയ്ത് അവിടുത്തെ നമുക്കറിയാം അവിടുത്തെ ലോഞ്ചിൽ നമുക്ക് പോയി വിശ്രമിക്കാൻ കുറേ സമയം.
ലോഞ്ചിൽ പോയി വിശ്രമിച്ചു. 2:30 ആയപ്പോഴത്തേക്കും ഫ്ലൈറ്റ് പുറപ്പെട്ടു. രാത്രി നീണ്ട യാത്രയാണ്. ഒരു 8-9 മണിക്കൂർ നേരം ഫ്ലൈ ചെയ്ത് നമ്മൾ പുലർച്ചെ പാരീസിന് മുകളിലെത്തുകയാണ്. ഫ്രാൻസിൻ്റെ ഗ്രാമങ്ങളൊക്കെ കണ്ടുകൊണ്ട് വിമാനം താഴ്ന്ന് പറക്കുകയാണ്. കമ്മ്യൂണുകൾ എന്നറിയപ്പെടുന്ന ചെറിയ ചെറിയ ഗ്രാമങ്ങൾ ഫ്രാൻസിലുണ്ട്. അതൊക്കെ കണ്ട് നമ്മൾ പാരീസിലെ ചാൾസ് ഡി ഗോൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോയി ലാൻഡ് ചെയ്തു. വിമാനത്തിൽ നിന്നിറങ്ങി. വലിയൊരു വിമാനത്താവളമാണ് ചാൾസ് ഡി ഗോൾ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ 9:30 അടുത്ത ഫ്ലൈറ്റ്. എയർ ഫ്രാൻസിൻ്റെ ടിക്കറ്റുണ്ട്. അതും ഞാൻ ബോംബെയിൽ നിന്ന് തന്നെ ചെക്ക് ഇൻ ചെയ്തിരുന്നത് കൊണ്ട് ബോർഡിംഗ് പാസ് കയ്യിലുണ്ട്. എയർ ഫ്രാൻസിൻ്റെ വിമാനത്തിൽ ചെന്ന് കയറുന്നു. വീണ്ടും ദീർഘമായൊരു യാത്ര. ഇനി ഒരു 15-16 മണിക്കൂർ നേരത്തെ ഫ്ലൈറ്റാണ്. അതായത് ഫ്രാൻസിൽ നിന്ന് പുറപ്പെട്ട് അറ്റ്ലാന്റിക് സമുദ്രത്തെ ഏതാണ്ട് കുറുകെ എന്ന് പറഞ്ഞാൽ ഡയഗണലായിട്ട് ക്രോസ് ചെയ്യണം. നമ്മൾ കുറച്ച് തെക്കോട്ടാണ് പറക്കുന്നത്. ലാറ്റിൻ അമേരിക്കയ്ക്ക് മുകളിലെത്തണം. ഈ ലാറ്റിൻ അമേരിക്കയുടെ ഷേപ്പ് നമുക്കറിയാം, ഒരു കടലക്കുമ്പിൾ പോലെയാണ്. താഴോട്ട് മെലിഞ്ഞിട്ട് മുകളിൽ ഇങ്ങനെ വീതി കൂടിയതാണ്. അറ്റ്ലാന്റിക് സമുദ്രം ക്രോസ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് ഈ ലാറ്റിൻ അമേരിക്കയുടെ വീതി കൂടിയ മുകൾ ഭാഗം മുഴുവൻ ക്രോസ് ചെയ്യണം. അത് ദീർഘമായൊരു യാത്രയാണ്. ലാറ്റിൻ അമേരിക്കയ്ക്ക് മുകളിൽ കൂടെ, ആമസോൺ വനത്തിൻ്റെ മുകളിൽ കൂടെ, ആമസോൺ നദിക്ക് മുകളിൽ കൂടെ പറന്നാണ് നമ്മൾ പെറുവിൻ്റെ തലസ്ഥാനമായ ലിമയിൽ പോയി ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറക്കലിനിടയിൽ കുറേ നേരമൊക്കെ കിടന്നുറങ്ങി. പക്ഷേ ഞാൻ ഈ യാത്രയ്ക്ക് മുമ്പുള്ള ദിവസങ്ങളിൽ വളരെ തിരക്കട്ട ജോലികളായിരുന്നതുകൊണ്ട് എനിക്ക് ഈ പെറുവിലെ സാഹചര്യങ്ങൾ, അവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷം, അവിടുത്തെ ജനങ്ങളുടെ രീതികൾ, അവരുടെ ചരിത്രം, അതുപോലെ തന്നെ അവിടുത്തെ സുരക്ഷിതത്വം, അവിടെ യാത്രക്കാർ നേരിടുന്ന പ്രതിസന്ധികൾ, അവിടേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കരുതൽ എടുക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. സാധാരണ ഇതെല്ലാം പഠിച്ചിട്ടാണ് ഞാൻ പോവുക. സഞ്ചാരം കാണാത്ത സോഷ്യൽ മീഡിയയിലൂടെ മാത്രം എന്നെ പരിചയമുള്ള ചിലർ പറയുന്നുണ്ട്, ഇയാളൊരു ലോകയാത്ര നടത്തിയത് കൊണ്ട് വിവരം ഉണ്ടാകുമെന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ വിവരം ഉണ്ടാകാൻ വേണ്ടി ലോകയാത്ര നടത്തുന്ന ഒരാളാണ്. കഴിഞ്ഞ 27 കൊല്ലമായിട്ട് 2000 എപ്പിസോഡുകളിലൂടെ ഗവേഷണം നടത്തിയ പരിപാടി മാത്രമേ നമ്മൾ സഞ്ചാരത്തിൽ കാണിച്ചിട്ടുള്ളൂ. ഒരു രാജ്യത്തിൻ്റെ സമഗ്രമായ വിവരവും അറിവുമായിട്ടാണ് നമ്മളിങ്ങനെ വരുന്നത്. അതാണ് സഞ്ചാരവും വ്ളോഗുകളും തമ്മിലുള്ള വ്യത്യാസം. വ്ളോഗുകളിൽ കാണുന്ന കാഴ്ച ഇത് കണ്ടോ എന്ന് പറയുന്നതേ ഉള്ളെങ്കിൽ സഞ്ചാരം ഗവേഷണം നടത്തി പഠിച്ച് യാത്രയ്ക്ക് മുമ്പും യാത്രക്കിടയിലും യാത്രയ്ക്ക് ശേഷം തിരിച്ചു വന്നതിന് ശേഷം ഒരു ടീം ലൈബ്രറിയെയും കിട്ടാവുന്ന വിവരങ്ങളെയും മുഴുവൻ ആശ്രയിച്ചുണ്ടാക്കുന്ന ഒരു ഗവേഷണ പ്രബന്ധം തന്നെയാണ് സഞ്ചാരം. ആ അഭിമാനത്തോടെ തൻ്റെ ഇടത്തോടെയാണ് സഞ്ചാരത്തിൻ്റെ പെൻഡ്രൈവ് പോലും യൂണിവേഴ്സിറ്റികളും കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗവേഷണ സ്ഥാപനങ്ങളും ഒക്കെ കാശ് കൊടുത്ത് മേടിച്ച് അവരുടെ ലൈബ്രറി വെക്കുകയും വിദ്യാർത്ഥികളെ കാണിക്കുകയും ചെയ്യുന്നത്. ആയിരക്കണക്കിന് സ്കൂളുകൾ ഇത് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇതിനപ്പുറം നല്ലൊരു വിവരം ലോകരാജ്യങ്ങളെക്കുറിച്ച്, അവിടുത്തെ ചരിത്രത്തെക്കുറിച്ച്, അവിടുത്തെ ജീവിതത്തെക്കുറിച്ച്, അവിടുത്തെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് കിട്ടാനില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അത് ധൈര്യപൂർവ്വം അഭിമാനപൂർവ്വം ഞാൻ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന വല്ല കമൻറ്റിൻ്റെയും കഷ്ണം വിതറുന്ന ഒരാളല്ല ഞാൻ സഞ്ചാരം എന്ന ഒരു തൊഴിൽ, ഒരു ഗവേഷണ പരിപാടി 27 കൊല്ലമായിട്ട് നല്ല പ്രായം മുഴുവൻ നടത്തി ലോകത്തെക്കുറിച്ച് അത്യാവശ്യം നല്ല ധാരണയുമായിട്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ്. ആ ധൈര്യത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ പോകുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങളൊക്കെ ആഴ്ചകൾക്ക് മുമ്പ് പഠിച്ചെങ്കിലും ഇത്തരം കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നതുകൊണ്ട് ഇതെല്ലാം പ്രിൻ്റ് എടുത്തുകൊണ്ടാണ് ഞാൻ പോയത്. കാരണം വിമാനത്തിൽ ഇൻ്റർനെറ്റ് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രിൻ്റ് എടുത്ത് എൻ്റെ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇതെല്ലാം കളക്ട് ചെയ്തു. ഞാൻ തന്നെ കുറേ പ്രിൻ്റ് എടുത്തു. അപ്പോൾ ഇത് പഠിച്ചുകൊണ്ടാണ് വിമാനത്തിൽ മുഴുവൻ ഇരിക്കുന്നത്. അതിനിടയ്ക്ക് സേഫ്റ്റി ഇൻ ലിമ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അത് വായിക്കുമ്പോൾ ഞാൻ ചെറുതായിട്ട് വിമാനത്തിൻ്റെ തണുപ്പിലിരുന്ന് ഒന്ന് വേർത്തു. കാരണം എന്താ അറിയാമോ? ലോകത്തെ ഏറ്റവും സുരക്ഷിതമല്ലാത്ത നഗരങ്ങളിലൊന്നിലേക്കാണ് നിങ്ങൾ വരുന്നതെന്നാണ് തുടങ്ങുന്നത് തന്നെ ആ സെൻറ്റൻസ്. വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോൾ തുടങ്ങുന്നു നിങ്ങളുടെ പ്രതിസന്ധികൾ എന്നാണ് അടുത്ത സെൻറ്റൻസ്. നിങ്ങൾ ഒരു ടാക്സി വിളിക്കുന്നത് അപരിചിതൻ്റെ ഒരു ടാക്സി ആണെങ്കിൽ ഒരു കാരണവശാലും അവിടെ നിന്ന് കയറുന്നത് ഞങ്ങൾ അഡ്വൈസ് ചെയ്യില്ല എന്നാണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ട്രാവൽ അഡ്വൈസ് തരുന്ന ഒരു വെബ്സൈറ്റാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നമ്മളൊക്കെ ആധികാരികമായിട്ട് കാണുന്ന ലോകത്തെ ഏറ്റവും പ്രശസ്തമായ വെബ്സൈറ്റുകളിലൊന്നാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തനിച്ചാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും വിമാനത്താവളത്തിലെ ടാക്സി വിളിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പകരം നിങ്ങൾ താമസിക്കുന്ന ബുക്ക് ചെയ്തിരിക്കുന്ന ഒരു ഹോട്ടലിൽ നിന്ന് നിങ്ങൾ ഒരു ടാക്സി വിടാൻ പറയുക, അവരുടെ ഒരു വാഹനം അയക്കാൻ പറയുക. അതിനല്പം പണം കൂടുതലായെങ്കിലും അത് നഷ്ടമല്ല. കാരണം ഇത്തരം വിമാനത്താവളങ്ങളിൽ നിന്ന് പിടിക്കുന്ന ടാക്സിയിൽ ഒറ്റയ്ക്കൊരാളെ ഉള്ളൂ എന്ന് കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു സിറ്റിയിലേക്കുള്ള യാത്രയിൽ റൂട്ട് മാറി ഓടുകയും ചില ഉൾത്തെരുവുകളിലൂടെ ചേരിപ്രദേശങ്ങളിലൂടെ ഓടിച്ച് നിങ്ങളുടെ കയ്യിലുള്ള വിലയേറിയ വസ്തുക്കൾ പിടിച്ചുപറിക്കാരുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ടാക്സി ഡ്രൈവർമാരുണ്ട്. അതിൻ്റെ ഒരു ഷെയർ ടാക്സി ഡ്രൈവർമാർക്കും കിട്ടാറുണ്ട്. ഇത് സ്ഥിരം നടക്കുന്ന ഒരു കൊള്ളയുടെ സ്വഭാവമാണ്. അതുപോലെ തന്നെ നഗരത്തിലെത്തിയാൽ നിങ്ങൾ പഴയ സിറ്റിയിലാണ് താമസിക്കുന്നതെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. പഴയ സിറ്റി എന്ന് പറഞ്ഞാൽ ലിമയുടെ ഓൾഡ് ടൗണിലാണ് പഴയ സ്പാനിഷ് കാലഘട്ടത്തിലെ നിർമ്മിതികളെല്ലാം
കൊട്ടാരങ്ങൾ, പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരം, പഴയ കത്തീഡ്രലുകൾ, അവിടുത്തെ പ്രധാനപ്പെട്ട പ്ലാസ ഡി മയോർ എന്ന് പറയുന്ന വമ്പനൊരു സ്ക്വയർ, ഇതെല്ലാം ഈ ഓൾഡ് സിറ്റിയിലാണ്. ഈ ഓൾഡ് സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി, ഇതിൻ്റെ ചരിത്രത്തിലേക്ക് ഗവേഷണം നടത്താനും വേണ്ടി ഞാൻ നേരത്തെ തന്നെ മുറിബുക്ക് ചെയ്തിരിക്കുന്നത് തന്നെ ഈ പ്ലാസ ഡി മയോറിൻ്റെ, ഈ ഓൾഡ് സ്ക്വയറിൻ്റെ ഓരത്തെ ഹോട്ടൽ ഡി പ്ലാസ മയോർ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ തന്നെയാണ്. കാരണം എനിക്ക് ആഗ്രഹം എന്താ വെച്ചാൽ രാത്രി വൈകുവോളം തെരുവിലൂടെയൊക്കെ നടക്കണം, എപ്പോൾ വേണേലും ഹോട്ടലിൽ തിരിച്ചു കയറാൻ പറ്റണം, ടാക്സി വിളിക്കാതെ പ്രധാന കാഴ്ചകളിലേക്കെല്ലാം പോകണം. ഈ ഓൾഡ് ടൗണിലാണ് കാഴ്ചകളെല്ലാം. പുതിയ സിറ്റി എന്ന് പറയുന്നത് വളരെ ആസൂത്രിതമായിരിക്കും, പക്ഷേ അവിടെ കാഴ്ചകളോ അത്ഭുതങ്ങളോ ചരിത്രമോ ഒന്നുമില്ല. വളരെ പ്രൊഫഷണലായിട്ട് നിർമ്മിച്ച കുറേ കെട്ടിടങ്ങളും കുറേ തെരുവുകളും മനോഹരമായ സ്ട്രീറ്റുകളും ഓഫീസ് മന്ദിരങ്ങളും ഒക്കെയുള്ള ന്യൂ സിറ്റിയാണത്. എന്നാൽ ഓൾഡ് സിറ്റിയിലാണ് ചരിത്രവും അത്ഭുതങ്ങളും കാഴ്ചകളും എല്ലാം കാത്തിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഒറ്റയ്ക്ക് ഒരിക്കലും യാത്ര ചെയ്യരുത്. നിങ്ങളൊരു ഗൈഡിനെ കൂട്ടുപിടിക്കണം. ഈ ഗൈഡിനൊപ്പം മാത്രമേ ഇതിലൂടെ നടക്കാവുള്ളൂ. കാരണം പിടിച്ചുപറിക്കാരുടെ ഒരു കേന്ദ്രമാണ് ഈ ഓൾഡ് സിറ്റി. മാത്രമല്ല, നിങ്ങൾ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. വില പിടിച്ച വാച്ച്, മോതിരം, ക്യാമറകൾ, മൊബൈൽ ഫോണ് ഇതൊന്നും പുറത്തെടുക്കരുത്. ഉണ്ടെങ്കിൽ തന്നെ വളരെ രഹസ്യമായിട്ട് നിങ്ങളുടെ വസ്ത്രത്തിനകത്തുള്ളൊരു വസ്ത്രത്തിൽ രഹസ്യമായിട്ട് ഇതൊക്കെ വെക്കണം. എപ്പോഴാണ് പിടിച്ചുപറിക്കാർ വരിക? ഇത് തട്ടിക്കൊണ്ട് നിമിഷ നേരം കൊണ്ട് മുങ്ങിക്കളയുന്ന പ്രഗത്ഭരായ പിടിച്ചുപറിക്കാരാണ് ലിമയിലുള്ളത്. അപ്പോൾ ഇത്രയും വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ഒറ്റയ്ക്ക് സഞ്ചാരം പോലുള്ള പരിപാടി ചെയ്യാൻ പറ്റിയൊരു സ്ഥലമേ അല്ലത്. ഈ യാത്ര വേണ്ടിയിരുന്നില്ല എന്ന തോന്നലായി വിമാനം ലിമയിൽ ചെന്നിറങ്ങോളം. ഇനി എന്താണ് വഴി? ക്യാമറയായിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ലെങ്കിൽ ഈ വന്ന കാര്യം നടക്കുമോ? ഒരു സംഘമായിട്ട് വരുന്നു, ഒരു പാക്കേജ് ടൂറിൻ്റെ ഭാഗമായിട്ട് പോവുകയാണെങ്കിൽ ഇത്ര വലിയ പ്രശ്നമില്ലെന്നാണ് ഇതിൽ പറയുന്നത്. കാരണം നിങ്ങൾ 10-30 പേരുണ്ടാവും, നിങ്ങളുടെ ഒരു ഗൈഡ് ഉണ്ടാവും. ആ സംഘങ്ങളെ ആക്രമിക്കാനോ സംഘങ്ങളിൽ നിന്ന് പിടിച്ചു കൊടുക്കാൻ ആരും ശ്രമിക്കില്ല. എൻ്റെ യാത്രകൾ മുഴുവൻ തനിച്ചാണ്. ഒറ്റയ്ക്ക് വഴി കണ്ടുപിടിച്ച് അറിയാത്ത നാടുകളിലേക്ക്, ഒരിക്കലും പോകാത്ത രാജ്യങ്ങളിലേക്ക്, 145-ലേറെ രാജ്യങ്ങളിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിച്ചുണ്ടാക്കിയതാണ് ഈ സഞ്ചാരം. അതാണ് സഞ്ചാരത്തിൻ്റെ പ്രത്യേകത. അല്ലാതെ കൂട്ടുകാരുടെ ഒപ്പം യാത്ര ചെയ്തല്ല. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മളെ സഹായിക്കാൻ മലയാളികൾ വന്നിട്ടുണ്ടാകും, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ. അതല്ലാതെ എൻ്റെ ഇത്തരം യാത്രകളെല്ലാം തനിച്ചാണ്. അപ്പോൾ അതിൻ്റെ സ്വഭാവം മാറ്റാനും എനിക്ക് താല്പര്യമില്ല. എന്തു ചെയ്യും? ഒടുവിൽ ഞാൻ വിമാനത്തിലിരുന്ന് തന്നെ ഒരു തീരുമാനമെടുത്തു. ഇറങ്ങിയ ഉടനെ ഹോട്ടലിലേക്ക് വിളിക്കുക എയർപോർട്ടിൽ നിന്ന്. എന്നിട്ട് അവരോട് ഒരു വണ്ടി ഇങ്ങോട്ട് വിടാൻ പറയുക. അപ്പോൾ പിന്നെ ആ പ്രശ്നം തീർന്നല്ലോ. ഞാൻ വിചാരിച്ചിരുന്നത് എയർപോർട്ടിൽ നിന്ന് ഒരു ടാക്സി വിളിച്ച് സിറ്റിയിലേക്ക് പോകാമെന്നാണ്, ലിമയുടെ ഓൾഡ് സിറ്റിയിലേക്ക്. ഏതായാലും വിമാനം ചെന്ന് ലാൻഡ് ചെയ്തു. എമിഗ്രേഷനിലേക്ക് ചെല്ലുന്നു. എമിഗ്രേഷൻ്റെ മുന്നിലെ ക്യൂവിൻ്റെ പിന്നിൽ കാത്തു നിൽക്കുമ്പോൾ തന്നെ ഞാൻ ഹോട്ടലിലേക്ക് വിളിച്ചു. ഹോട്ടലിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ ഇന്നയാളാണ്, ഞാൻ അവിടെ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന ആളാണ്, എനിക്ക് എയർപോർട്ടിലേക്ക് നിങ്ങളൊരു ടാക്സി പറഞ്ഞു വിടാവോ? ആ ടാക്സിക്കാരൻ്റെ നമ്പറും കൂടെ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യണം. ഇംഗ്ലീഷ് ഇത്തരം രാജ്യങ്ങളിൽ അധികം ആൾക്കും അറിയില്ല, പ്രത്യേകിച്ച് സാധാരണക്കാർക്ക്. ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ആളുകളിൽ ഒരാൾക്ക് മറ്റോ അറിഞ്ഞെങ്കിലായി. അപ്പോൾ ഇദ്ദേഹം കുറേ നേരം ഹോൾഡ് ചെയ്തു. അത് കഴിഞ്ഞ് കട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞ് ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ എടുത്തിട്ട് പറഞ്ഞു, ഇവിടെ ടാക്സി ഇവിടുന്ന് പറഞ്ഞു വിടാൻ ലഭ്യമല്ല. ഒരു കാര്യം ചെയ്യൂ, ഞാനൊരു നമ്പർ തരാം, അത് എയർപോർട്ടിൽ തന്നെയുള്ളൊരു ടാക്സിക്കാരനാണ്, അയാളെ നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ, അയാൾ ചിലപ്പം വരും, അദ്ദേഹം ഉണ്ടെങ്കിൽ വരും എന്ന് പറഞ്ഞു. ഏതാണ്ട് ഇത്രയൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ ഏതായാലും ഹോട്ടലിൽ നിന്ന് പറഞ്ഞു വിടാൻ ആരുമില്ല. എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഈ നമ്പറിൽ വിളിച്ചു. അപ്പോഴത്തേക്കും ഒരാൾ ഫോൺ എടുത്തു. അയാൾ സ്പാനിഷിലാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ അറൈവലിലുണ്ട്, വരാൻ കഴിയുമോ? കുറേ നേരം അങ്ങ് കാത്തു നിൽക്കുമ്പോഴത്തേക്കും ഒരു ടാക്സി വന്ന് ഈ ലൈനിൽ നിൽക്കുന്നതിൻ്റെ എല്ലാം മുമ്പിൽ മാറ്റി കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് ഇറങ്ങി വന്നു. എന്നിട്ട് അയാൾ ചുറ്റും നോക്കി. ഞാൻ അയാളുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഹോട്ടൽ പ്ലാസ ഡി മയോർ? ഞാൻ പറഞ്ഞു, അതെ, പ്ലാസ ഡി മയോർ. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ പേര് മാത്രമാണ് ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഏക വാക്ക് അറിയുന്നത്. കാരണം പ്ലാസ ഡി മയോറിൽ നിന്ന് ഇയാളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാനും അയാളെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എനിക്കൊരു ധൈര്യമായി. പ്ലാസ ഡി മയോറുകാരൻ്റെ പരിചയമുള്ള ഒരു ടാക്സിക്കാരനാണ്. പക്ഷേ എങ്കിലും എനിക്ക് ആശങ്ക കുറയുന്നില്ല. സാധാരണഗതി മുമ്പിലെ സീറ്റിലാണ് ഞാനിരിക്കുക. അങ്ങനെ മുമ്പിലെ സീറ്റിലിരുന്ന് ഈ വിലയേറിയ ക്യാമറയും പിടിച്ച് ഷൂട്ട് ചെയ്യുന്നത് ഏറ്റവും വലിയ അപകടമാണെന്ന് എനിക്കറിയാം. ആ സമയമായപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മോതിരമൊക്കെ ഊരി പോക്കറ്റിലാക്കി, വാച്ച് എടുത്ത് പോക്കറ്റിലാക്കി. കയ്യിൽ മോതിരവും വാച്ചും ഒന്നുമില്ല, പക്ഷേ ക്യാമറ ബാഗിനകത്താണ്. അപ്പോൾ ഈ ബാഗിനകത്തുള്ള ക്യാമറയുമായിട്ട് ഞാൻ പുറകിലത്തെ സീറ്റിൽ കയറിയിരുന്നു. എന്നിട്ട് യാത്രയാകുകയാണ്. ഞാൻ ഇയാളുടെ നേരെ പിന്നിലിരിക്കുകയാണ്. ഡിക്കിക്കകത്ത് ബാഗ് വെക്കാമെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല, ഞാൻ സീറ്റിൽ തന്നെ വെക്കുള്ളൂ എന്ന് പറഞ്ഞു. കാരണം പുറത്തുനിന്ന് ഒരാൾ വന്ന് ഡിക്കി തുറന്ന് ബാഗ് എടുത്തുകൊണ്ട് പോയാൽ അങ്ങ് പോയി, അത്ര തന്നെ. ഇങ്ങനെയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ തട്ടിപ്പുകൾ എന്നുള്ളത്. കാരണം ഈ ടാക്സിക്കാരൻ നമ്മളെ പരിചയമില്ലാത്തവരടുത്ത് കൊണ്ടുപോയി നിർത്തും. നമ്മൾ വണ്ടിക്കകത്തായിരിക്കും. ആരോ ഒരുത്തൻ വന്ന് പുറകിലെ ഡിക്കി തുറന്ന് സാധനം എടുത്തുകൊണ്ട് പോകും. ഇത് ഈ ഡ്രൈവറുടെ പരിചയക്കാരനായിരിക്കാം, അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം. ഇങ്ങനെയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാഗും സീറ്റിൽ വെച്ച് പിറകിലത്തെ സീറ്റിൽ ഞാനങ്ങനെ ഇരിക്കുകയാണ്. 2 ഡോറും ലോക്ക് ചെയ്ത് അങ്ങനെ സുരക്ഷിതമാണെന്നുള്ള ധാരണയിലിരിക്കുകയാണ്.
കാർ ഓടിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ഇവനുമായിട്ട് സംസാരിച്ചു. കുറച്ച് ഇംഗ്ലീഷിൻ്റെ കുറച്ച് വാക്കുകളൊക്കെ ഇയാൾക്കറിയാം. പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ടാക്സി ഡ്രൈവർമാർക്ക് കുറേ വാക്കുകളൊക്കെ ഇംഗ്ലീഷ് അറിയാം, എത്രയോ വർഷങ്ങളായതാണ്. അങ്ങനെ ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞു. ഞാൻ ടൂറിസ്റ്റ് അല്ല, ടെലിവിഷന് വേണ്ടി പരിപാടി ചെയ്യാനാണ് വന്നതെന്ന് പറഞ്ഞു. ഗവൺമെൻറ് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് വന്നതാണ്, നിങ്ങളെ ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യാനാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇയാൾക്ക് എന്നിലൊരു മതിപ്പുണ്ടാകുകയും ഇത് എന്നെ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ രാജ്യത്ത് തന്നെ ക്ഷീണമാണെന്ന് ഇയാളൊന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഞാനിതൊക്കെ പറയുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഒരു പടം ഞാൻ എടുക്കാൻ പോവാണ്. അപ്പോൾ അവൻ പുറകോട്ടൊന്ന് തിരിഞ്ഞ് മുഖമൊക്കെ ഒന്ന് കാണിച്ചു തന്നു. ഞാൻ എടുക്കുന്ന പോലെ ഭാവിച്ചു. കാരണം ഇവനുമായിട്ടൊരു ആത്മബന്ധം ഉണ്ടാക്കുകയാണ്. ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ പയ്യെ ഷൂട്ട് ചെയ്ത് തുടങ്ങി. ഈ പുറകിലത്തെ സീറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് ഫ്രണ്ടിലേക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ അസൗകര്യമാണ്. എങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്തു. പോകുന്ന വഴിക്ക് ട്രാഫിക് ജംഗ്ഷനുകളിലൊക്കെ ഭയങ്കര കൺജഷനാണ്. ഈ സിഗ്നൽ കാത്ത് കിടക്കുന്ന വാഹനങ്ങളുടെ മുമ്പിൽ ഒരാൾ പെട്ടെന്ന് റോഡിന് കുറുകെ ഒരു കയറങ്ങ് കിട്ടും. ആ കയർ കെട്ടിയിട്ട് ഇയാൾ ആ കയറിൽ കൂടെ നടക്കാൻ തുടങ്ങും. ഒരു 10-20 സെക്കൻഡ് നേരം അതേ കൂടെ നടക്കും. ചിലർ ഈ നടത്തത്തിനിടയിൽ കയ്യിൽ ഈ ജഗ്ലിംഗ് ക്ലബ്ബുകൾ വെക്കും. എന്നിട്ട് ഇതും കൊണ്ട് അമ്മാനം ആടും. ഇങ്ങനെ ഒരു ഷോ കഴിഞ്ഞ് പെട്ടെന്ന് കയറഴിച്ച് മാറ്റും. എന്നിട്ട് ഓടി വന്ന് എല്ലാ കാറിൻ്റെ അടുത്ത് വന്ന് കൈ നീട്ടും. ആരെങ്കിലുമൊക്കെ കുറച്ച് പൈസ കൊടുക്കും. ചില സമയത്ത് ആരും ഒന്നും കൊടുക്കാറില്ല. വേറെ ചിലർ ഈ ട്രാഫിക് ജംഗ്ഷനുകളിൽ, നമ്മുടെ വൈറ്റില ജംഗ്ഷനിലൊക്കെ ഉള്ളതുപോലെ തന്നെ ആ നാട്ടിലെ ചില കൗശല വസ്തുക്കൾ, എന്തിനേറെ ടിഷ്യൂ പേപ്പറുകൾ വരെ വിൽക്കാൻ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരിൽ പലരും ഒരു പ്രത്യേക തൊപ്പിയൊക്കെ വെച്ച സ്ത്രീകളാണ്. പൊക്കം കുറഞ്ഞ ഒരു പ്രത്യേകതരം പാവാട, വളരെ കളർഫുള്ളായ പാവാടയൊക്കെ ധരിച്ച്, ഒരു പ്രത്യേക ബ്ലൗസൊക്കെ ധരിച്ച്, ഒരു വട്ട തപ്പിയൊക്കെ തലയിൽ വെച്ച് പൊക്കം കുറഞ്ഞ മനുഷ്യർ. ഇതാണ് ഈ പെറുവിലെ അല്ലെങ്കിൽ ഈ ഇൻക സംസ്കാരത്തിൽപ്പെട്ട മനുഷ്യരുടെ രൂപഭാവങ്ങളാണത്. ഇങ്ങനെ പല കാഴ്ചകൾ കടന്ന് ഇടുങ്ങിയ തെരുവുകൾ പിന്നിട്ട്, ജനവാസ പ്രദേശങ്ങൾ പിന്നിട്ട് ഒടുവിൽ നമ്മൾ ഓൾഡ് ടൗണിലെത്തുകയാണ്. ഓൾഡ് ടൗണിൻ്റെ ഹൃദയത്തിലുള്ള പ്ലാസ ഡി മയോർ എന്ന് പറയുന്ന സ്ക്വയറിൻ്റെ സമീപത്ത്. അത് സ്ക്വയറിൽ കൂടെയല്ല നമ്മൾ പോകുന്നത്, സ്ക്വയറിലേക്ക് പോകുന്ന മറ്റൊരു വഴിയിലൂടെ ചെന്ന് ഒരിടത്ത് വണ്ടി കൊണ്ടുപോയി നിർത്തി. എന്നോട് പറഞ്ഞു, ഇവിടെയാണ് നിങ്ങളുടെ ഹോട്ടൽ, ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് ഏതാണ്ട് $25 ഫീസ് പറഞ്ഞിരുന്നത്. ആ $25 കൊടുത്തു. ഈ ഹോട്ടൽ ഒരല്പം സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെല്ലണം. ഈ ഓൾഡ് ടൗൺ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കറിയാം 100-400 കൊല്ലം മുമ്പ് രൂപം കൊണ്ട സ്ഥലമാണ്. അതായത് അതിവിശാലമായ ഒരു 5-6 ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വിസ്താരമുള്ള വലിയൊരു സമചതുരത്തിലുള്ള ഒരു സ്ക്വയർ. ഇതിൻ്റെ ഓരോ വശങ്ങളിലായിട്ടാണ് ആ നാട്ടിലെ, ആ രാജ്യത്തെ ഏറ്റവും പ്രമുഖമായ പല മന്ദിരങ്ങളും. ഒന്ന്, ഇതൊരു കത്തോലിക്ക രാജ്യമാണ്. അതുകൊണ്ട് തന്നെ കത്തോലിക്കരുടെ ഏറ്റവും പ്രമുഖമായ ചില കത്തീഡ്രൽ, ലിമ കത്തീഡ്രൽ എന്ന് പറയുന്നതാണ് ഒരു ഭാഗത്തെ പ്രധാന നിർമ്മിതി. അത് പൗരാണികമായ ഗംഭീരമായ ആഠ്യത്തോടെ നിൽക്കുന്നു, ലൈറ്റപ്പൊക്കെ ചെയ്ത് നൂറ്റാണ്ടുകളുടെ ചരിത്രമായിട്ട് അങ്ങനെ നിൽക്കുന്ന ഏറ്റവും പ്രധാന നിർമ്മിതി. അതിൻ്റെ നേരെ മറ്റേ സൈഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുക പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരമാണ്. അതും പ്രൗഢമായ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഗംഭീരനൊരു നിർമ്മിതി. ഓരോ വശത്തും ഇതുപോലെ തന്നെ ഏറ്റവും ചരിത്രമുള്ള ഗംഭീരമായ നിർമ്മിതികൾ. അതിൻ്റെ കൂറ്റൻ ഉഗ്രൻ തൂണുകളിൽ ഉള്ള പോർട്ടിക്കോകൾ, മനോഹരമായൊരു സ്ക്വയർ, നല്ല കല്ല് ഗ്രാനൈറ്റ് പോളിഷ് ചെയ്തിട്ട സ്ക്വയർ. ഇതിനകത്ത് മുഴുവൻ സന്ധ്യയാകുമ്പോഴത്തേക്ക് ജനം വന്നിറയുന്നു. അപ്പോൾ ഇതിലേക്ക് വന്നു ചേരുന്ന നിരവധി സ്ട്രീറ്റുകളുണ്ട്, ഈ സ്ക്വയറിലേക്ക് വന്നു ചേരുന്ന സ്ട്രീറ്റുകൾ. അതിലെ ഒരു സ്ട്രീറ്റിൽ ഈ സ്ക്വയറിനോട് തൊട്ട് ചേർന്നാണ് നമ്മൾ ഈ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്ക്വയറിലേക്ക് വരുന്ന സ്ട്രീറ്റുകൾ പോലും എല്ലാം പുരാതനമായ സ്ട്രീറ്റുകളാണ്. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ഈ ഓരങ്ങളിലെല്ലാം. അതിലെ ഒരു കെട്ടിടത്തിലാണ് ഈ ഹോട്ടൽ പ്ലാസ ഡി മയോർ എന്ന് പറയുന്ന ഹോട്ടൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കെട്ടിടത്തിൻ്റെ പരിമിതികളും അതിനുണ്ട്. ഈ സ്ക്വയറിനോട് ചേർന്നായതുകൊണ്ട് തന്നെ ഭയങ്കരമായ നിരക്കായിരിക്കും. നല്ല ഹോട്ടലുകൾക്കൊക്കെ വലിയ നിരക്കായിരിക്കും. ഇത് ചെറിയ ഹോട്ടലാണ്, ഒരു ഇടത്തരം ഹോട്ടലാണ്. എങ്കിലും ഇതിനൊരു രാത്രി 4000 രൂപയാണ് മുറി വാടക. പക്ഷേ കയറി ചെല്ലുമ്പോൾ ചെറിയൊരു റിസപ്ഷൻ ഏരിയ, ഒരു സാധാരണ ഒരു ബെഡ്റൂമിൻ്റെ പകുതി മാത്രം വലിപ്പമുള്ളൊരു റിസപ്ഷൻ ഏരിയ. ഇൻക സംസ്കാരത്തിൽ നിന്ന് ഇറങ്ങി വന്നതുപോലത്തെ ഒരു ചെറുപ്പക്കാരനാണ് അവിടുത്തെ റിസപ്ഷനിസ്റ്റ്. അവന് ഇംഗ്ലീഷൊക്കെ കഷ്ടിച്ചറിയാം. ഞാൻ അവനോടാണ് സംസാരിച്ചതെന്ന് അവൻ പറഞ്ഞു. അവന് ഒരു രജിസ്റ്റർ എടുത്ത് മുമ്പോട്ട് വെച്ചു. ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഈ രജിസ്റ്ററിൽ നമ്മുടെ പേരും അഡ്രസ്സും വിലാസവും എല്ലാം എഴുതിച്ചു. ഇപ്പോഴൊക്കെ കമ്പ്യൂട്ടറിൽ ബുക്ക് ചെയ്തിരിക്കുന്നതായതുകൊണ്ട് നമുക്കൊരു ഷീറ്റിംഗ് തരും, അതിൽ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുകയും നമ്മുടെ മൊബൈൽ നമ്പറോ വേറെ എന്തെങ്കിലും ഇൻഫർമേഷനോ ഒക്കെ എഴുതി ഒരു ഒപ്പിട്ടാൽ തീരുന്നേ ഉള്ളൂ. ഇത് പക്ഷേ ഇതേ മുഴുവൻ നമ്മൾ കഥ എഴുതണം, പഴയ ലോഡ്ജുകൾ എഴുതുന്ന പോലെയാണ്. ഇതൊക്കെ എഴുതിയിട്ട് ഇയാൾ പറഞ്ഞു കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ടുപോവുകയാണ്. കുറേ 2-3 സ്റ്റെപ്പ് കയറി, അത് കഴിഞ്ഞ് പിന്നെ ഒരു പിരിയൻ കോണി കയറി ചെല്ലുന്നത് ഈ കെട്ടിടത്തിൻ്റെ ടെറസിലേക്ക്. ഇത് ആപ്പാടെ 3 നില മറ്റുള്ള കെട്ടിടമാണ്. അതിൻ്റെ ടെറസിലേക്കാണ്. ഈ ടെറസിൽ ഒരു ഭാഗത്ത് ഒരു മുറി പണിത് വെച്ചിട്ടുണ്ട്. അതായത് ഈ കെട്ടിടപ്പണി എല്ലാം കഴിഞ്ഞ ശേഷം അടുത്ത കാലത്ത് കെട്ടിപ്പണതാണ് നമുക്ക് കാണുന്ന ഒരു മുറി. മഴക്കാലത്താണെങ്കിൽ മഴ നനഞ്ഞു വേണം ഈ മുറിക്കകത്തോട്ട് കയറി ചെല്ലാൻ. ടെറസിൻ്റെ ഒരറ്റത്താണ്. അതിനൊരു വാതിലുണ്ട്, അതിൻ്റെ കീയാണ്. അദ്ദേഹം പോയി കീ ഇട്ട് വാതിൽ തുറന്നു. അപ്പോൾ എനിക്ക് ആകെ നിരാശയായി. ഇങ്ങോട്ട് വന്ന പദ്ധതി എല്ലാം പാള് കാണല്ലോ എന്നുള്ള ചിന്തയായി.
ഹോട്ടൽ മുറിയിൽ നിന്ന് നാശമായിരിക്കുന്നു. വാതിൽ തുറന്ന് ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരാശ്വാസമായി. തരക്കേടില്ലാത്തൊരു മുറിയാണ്, അത്യാവശ്യം വൃത്തിയുണ്ട്, അകമൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നു. പിന്നെ ഒരു ആശ്വാസം, ഇവിടുന്ന് ഇറങ്ങിയാൽ സ്ക്വയറിലേക്ക് ഇറങ്ങാൻ ഒരു 50 അടി അങ്ങ് നടന്നാൽ മതി, അത്ര അടുത്താണ്. നഗരത്തിൻ്റെ ബഹളം, എരമ്പലുകൾ, മ്യൂസിക് ഇതെല്ലാം ഈ ടെറസിൽ നിൽക്കുമ്പോൾ കേൾക്കാം. മടുത്തിരിക്കുന്നു, ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, ഉറക്കം വരുന്നുണ്ട്. ഞാൻ പെട്ടെന്നൊന്ന് പോയി കുളിച്ചു, വസ്ത്രമൊക്കെ ഒന്ന് മാറി ഞാൻ പയ്യെ ക്യാമറയുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങണം. അപ്പം പേടി ഇത് തന്നെയാണ്, ഈ ക്യാമറയുമായിട്ട് ഞാൻ എങ്ങനെ ഇറങ്ങും? വാച്ചും മോതിരമൊക്കെ ഞാൻ ഊരി ഭദ്രമായിട്ട് ഒരു സ്ഥലത്ത് രഹസ്യമായിട്ട് ഒളിപ്പിച്ചു വെച്ചു. ഞാൻ ഈ ഷർട്ടിനകത്ത് ഇടുന്ന ഒരു തരം ബാഗുണ്ട്, എൻ്റെ ആദ്യ യാത്രയിൽ യൂറോപ്പിൽ നിന്ന് വാങ്ങിയത്. അത് മെലിഞ്ഞൊരു ബാഗാണ്, അതിനകത്ത് ഇതൊക്കെ രഹസ്യമായിട്ട് ഒളിപ്പിച്ചു. പാസ്പോർട്ടൊക്കെ അതിനകത്ത് തന്നെ വെച്ചു, കാരണം പാസ്പോർട്ട് മുറി വെച്ചിട്ട് പോകാൻ പാടില്ല. നമുക്ക് എപ്പോൾ ഒരു ആവശ്യം വന്നാലും ഒരു യാത്രക്കിടയിൽ നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് പാസ്പോർട്ടാണ്. അതുകൊണ്ട് യാത്രയിൽ നമ്മൾ പാസ്പോർട്ട് കയ്യിൽ എടുക്കുന്നതാണ് എപ്പോഴും സുരക്ഷിതം. അതുകൊണ്ട് തന്നെ ഞാൻ പാസ്പോർട്ട് എപ്പോഴും കയ്യിൽ കരുതും, പക്ഷേ അത് സേഫായിട്ടൊരിടത്ത് വെച്ചിട്ടുണ്ടാവും ശരീരത്തോട് ചേർത്ത്. ഞാൻ ബാഗ് എടുത്തു, എൻ്റെ ക്യാമറയുടെ ബാഗ് എടുത്തു, എന്നിട്ട് അതെടുത്ത് മുമ്പോട്ടിട്ടു, അതിനകത്ത് ഈ ക്യാമറ വെച്ചു. ടൗണിലെ പരിസ്ഥിതി എന്താണെന്ന് അറിഞ്ഞിട്ട് ക്യാമറ പുറത്തെടുത്താൽ മതിയെന്ന് തീരുമാനിച്ചു. സ്ക്വയറിലേക്ക് ചെല്ലുമ്പം സ്ക്വയർ നിറയെ ജനങ്ങളാണ്. ഇത് ഒരു ശനിയാഴ്ചയുടെ വൈകുന്നേരമാണ്. വെള്ളി ശനിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്തരം സ്ക്വയറുകളിൽ, പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെയൊക്കെ സ്ക്വയറുകൾ എന്ന് പറഞ്ഞാൽ ആഘോഷത്തിൽ ആറാടുന്ന ദിവസമാണ്, ആറാടുന്ന രാത്രികളാണ്. നഗരത്തിലെ സർവ്വജനങ്ങളും ആഘോഷിക്കാൻ കുടുംബസമേതം ഈ സ്ക്വയറിലേക്ക് വന്നിരിക്കുകയാണ്. അവർക്കുള്ള ഭക്ഷണം, ലഘുഭക്ഷണങ്ങൾ വിൽക്കുന്നവർ, അതായത് നമ്മളൊരു ഉത്സവപ്പറമ്പിൽ, പൂരപ്പറമ്പിലേക്ക് ചെല്ലുന്ന പോലെ തന്നെയാണ്. ഈ സ്ക്വയറിൻ്റെ ഒരു ഭാഗത്ത് ഒരു സ്റ്റേജുണ്ട്, അവിടെ മ്യൂസിക് പരിപാടി തുടങ്ങാൻ പോവുക. അതായത് പോപ്പ് മ്യൂസിക്കിൻ്റെ, നമ്മൾ കണ്ടിട്ടില്ലേ യൂറോപ്യൻ നാടുകളിലും പാശ്ചാത്യ നാടുകളിലും ഒക്കെ വലിയ മൈതാനങ്ങളിൽ മ്യൂസിക് പരിപാടി നടക്കുന്നത്, മൈക്കിൾ ജാക്സൻ്റെ ഒക്കെ മ്യൂസിക് പരിപാടി. അത്ര തന്നെ വലിയൊരു സെറ്റപ്പാണ് അവിടെ. പ്രൊഫഷണൽ സിസ്റ്റങ്ങൾ എല്ലാമായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ സ്ക്വയറിന് ചുറ്റുമുള്ള കെട്ടിടങ്ങളെല്ലാം ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നു, മനോഹരമായിട്ട് ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നു. കത്തീഡ്രൽ ഉൾപ്പെടെ ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നു, ആയിരക്കണക്കിന് ആളുകൾ. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ ഇത്രയും ജനം നിറഞ്ഞു നിൽക്കുന്നിടത്ത് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പയ്യെ ക്യാമറ പുറത്തെടുത്തു, ബാഗൊക്കെ പൂട്ടി ഭദ്രമായിട്ട് വെച്ചു. ആ ബാഗിനകത്ത് വില പിടിച്ച സാധനങ്ങളൊന്നും അധികമില്ല. ഞാൻ പയ്യെ 1-2 ഷോട്ടുകൾ എടുത്തു തുടങ്ങി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഒരു 1.5 മീറ്റർ അടുത്ത് ആരെങ്കിലും വന്നെങ്കിൽ ഞാൻ ക്യാമറ പയ്യെ ഒന്ന് ഒതുക്കി പിടിക്കും, എന്നിട്ട് അയാളെ കടന്നു പോയിട്ട് എടുക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു അരമണിക്കൂർ നേരം വളരെ സുരക്ഷിതമായിട്ട് എൻ്റെ അടുത്ത് ആരും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി തെരുവിൻ്റെ ഷോട്ടുകളെല്ലാം എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആളുകളുടെ ഇടയ്ക്ക് അവർ നടക്കുന്നതിലേക്ക് ഞാൻ നടന്ന ഷോട്ടുകൾ എടുക്കാൻ തുടങ്ങി. 1.25 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കാര്യം മനസ്സിലായി, ഈ നാട്ടിലുള്ളവരെല്ലാം കള്ളന്മാരും കൊള്ളക്കാരും ഒന്നുമല്ല. നമ്മുടെ നാട്ടിലെ പോലെ സാധാരണക്കാർ, സാധാരണ ജീവിതം നയിക്കുന്നവർ, ഒരു വൈകുന്നേരം കിട്ടിയപ്പോൾ കുട്ടികളും ഭാര്യയൊക്കെ ആയിട്ട് നടക്കാനിറങ്ങിയവർ, അല്ലെങ്കിൽ ഈ സ്ക്വയറിലെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വന്ന സാധാരണക്കാരാണ്. അപൂർവമായിട്ട് എവിടെയെങ്കിലും ഒരു കള്ളനോ ഒരു കൊള്ളക്കാരനോ ഉണ്ടായേക്കാം, പക്ഷേ നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നടന്നാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിത്തുടങ്ങി. മാത്രമല്ല, ഈ സ്ക്വയറിൻ്റെ ഓരോ റോഡുകൾ വന്ന് ചെയ്യുന്ന ഭാഗത്തും പോലീസിൻ്റെ ഒരു കാറുണ്ടാവും, അവിടെ പോലീസുകാർ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എവിടെയും പോലീസിൻ്റെ സാന്നിധ്യമുണ്ട്, ജനങ്ങളുണ്ട്, സജീവമാണ്. ഞാനങ്ങ് ഇറങ്ങി ക്യാമറയുമായിട്ട്. പിന്നെ ഒരു ഭയവും തോന്നിയില്ല. ഈ നഗരചത്വരത്തിൻ്റെ ഓരോ കാഴ്ചകളിലേക്കും, അവിടുത്തെ ജീവിത കാഴ്ചകളിലേക്കും ഒക്കെ പോയി. ആദ്യം ആ കത്തീഡ്രലിലേക്ക് തന്നെ കയറി. കത്തീഡ്രലാണ് ഏറ്റവും പ്രൗഢമായിട്ട് നിൽക്കുന്നത്. ആ കത്തീഡ്രലിനകം ചിത്രീകരിച്ചു. മനോഹരമായ, ഗംഭീരമായ, ആഢ്യത്വം നിറഞ്ഞൊരു കത്തീഡ്രലാണ്. ശീല കൊണ്ട് കൊത്തിയെടുത്ത ഒരു മഹാമന്ദിരം. അതിൻ്റെ സമീപത്ത് തന്നെ ചെറിയൊരു ചാപ്പലുമുണ്ട്. ഈ വലിയ പള്ളി എന്ന് പറയുന്നത്, കത്തീഡ്രൽ എന്ന് പറയുന്നത് ബിഷപ്പിൻ്റെ ആസ്ഥാനമാണ്, ലിമയിലെ ആർച്ച് ബിഷപ്പിൻ്റെ ആസ്ഥാനം. അതിൻ്റെ തൊട്ട് ചേർന്ന് വേറൊരു പള്ളിയുണ്ട്. ആ പള്ളിയാണ് ലിമാക്കാരുടെ ആ പ്രദേശത്തെ പാരിഷ് ചർച്ച്, ഇടവക ദേവാലയം. ഈ രാത്രിയിലും അതിനകത്ത് കല്യാണം നടക്കുന്നുണ്ട്. അകത്ത് വധൂവരന്മാരുണ്ട്, കുറേ ആളുകൾ അതിഥികളായിട്ടുണ്ട്, കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളൊക്കെ ആയിരിക്കാം. വിവാഹം നടക്കുകയാണ്. കുറച്ച് നേരം കാത്തു നിന്നപ്പോഴത്തേക്കും വിവാഹം കഴിഞ്ഞു. വധൂവരന്മാർ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ലീമയിൽ ആദ്യമായിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത പരിപാടി എന്ന് പറയുന്നത് അജ്ഞാതരായ വധൂവരന്മാരുടെ വിവാഹമാണ്. ഇറങ്ങി വന്ന അതിൻ്റെ ചടങ്ങുകൾ ഓരോന്നും ഞാൻ ഷൂട്ട് ചെയ്തെടുത്തു. രസകരമായ ചടങ്ങുകൾ. ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഉടനെ ഈ വരൻ വധുവിനെ ഉയർത്തിക്കൊണ്ട് നടക്കണം, എടുത്തുകൊണ്ട് നടക്കുന്നൊരു ചടങ്ങൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇവളെ നിലത്ത് നിർത്തിക്കഴിഞ്ഞ് ഇവർ ചുംബിക്കും പരസ്പരം. വധുവിനെ വരൻ ചുംബിച്ച് കഴിഞ്ഞാൽ വേറൊരു കലാപരിപാടി ഇവിടെ ഉണ്ട്, ബന്ധുക്കളും സുഹൃത്തുക്കളും വന്ന് ഈ വധുവിനെ ചുംബിക്കും. അപ്പോൾ ഇതൊക്കെ ഷൂട്ട് ചെയ്തെടുത്തു. വീണ്ടും ഞാൻ സ്ക്വയറിലൂടെ ചുറ്റി നടന്നു. അങ്ങനെ ചെല്ലുമ്പോൾ മറ്റേ അതിരിൽ ആ സ്റ്റേജിൽ മ്യൂസിക് പരിപാടി തുടങ്ങാൻ പോവുകയാണ്. ഒരു ആങ്കറെ പോലെ ഒരു സ്ത്രീ വന്ന് ചില അനൗൺസ്മെൻറ്റൊക്കെ നടത്തുന്നു. അപ്പോഴത്തേക്കും ആ സ്റ്റേജിൻ്റെ മുൻഭാഗം വരുന്ന സ്ക്വയറിലേക്ക് ജനം നിറഞ്ഞൊഴുകുന്നു. അതിഗംഭീരമായൊരു രാത്രി.
ആഘോഷത്തിൻ്റെ ഒരു രാത്രി. പിന്നെ അങ്ങോട്ടുള്ള 3-4 ദിവസങ്ങളും രാത്രികളും അത്ഭുതങ്ങളുടെ കാഴ്ചകളുടേതായിരുന്നു, ആവേശകരമായ ദൃശ്യങ്ങളുടേതായിരുന്നു, അനുഭവങ്ങളുടേതായിരുന്നു. ഇന്ത്യയിലെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള സഞ്ചാരം പെൻഡ്രൈവിൽ. സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് HP എന്ന് SMS ചെയ്യുക. HP എന്നീ 2 അക്ഷരങ്ങൾ മാത്രം. ഫോൺ 9995 444 222.